നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ തസ്തി. കേരള PSCയുടെ 65ാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള PSC ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് 2024 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 35 വർഷത്തെ PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, 5000 കറന്റ് അഫയേഴ്സ്, 400 പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇന്ന് നമുക്ക് കേരള കലാമണ്ഡലത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. പാരമ്പര്യ കലാരൂപങ്ങളുടെ വികാസത്തിനായി ദേശീയ പ്രസ്ഥാന കാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? കേരള കലാമണ്ഡലം. പാരമ്പര്യ കലാരൂപങ്ങളുടെ വികാസത്തിനായി ദേശീയ പ്രസ്ഥാന കാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് കേരള കലാമണ്ഡലം. എവിടെ വള്ളത്തോൾ സ്ഥാപിച്ച കഥകളി വിദ്യാലയമാണ് പിൽക്കാലത്ത് കലാമണ്ഡലമായി രൂപാന്തരപ്പെട്ടത്? കുന്നംകുളം. കുന്നംകുളത്ത് വള്ളത്തോൾ സ്ഥാപിച്ച കഥകളി വിദ്യാലയമാണ് പിൽക്കാലത്ത് കലാമണ്ഡലമായി രൂപാന്തരപ്പെട്ടത്. ഏത് നദിയുടെ തീരത്താണ് കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം? ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ തീരത്താണ് കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം. കൽപ്പിത സർവകലാശാലയായ കലാമണ്ഡലത്തിന്റെ ആദ്യ വൈസ് ചാൻസലർ KG പൗലോസ്. കൽപ്പിത സർവകലാശാലയായ കലാമണ്ഡലത്തിന്റെ ആദ്യ വൈസ് ചാൻസലർ KG പൗലോസ്. കലാമണ്ഡലത്തിന്റെ അവസാനത്തെ ചെയർമാൻ ONV കുറുപ്പ്. കലാമണ്ഡലത്തിന്റെ അവസാനത്തെ ചെയർമാൻ ONV കുറുപ്പ്. കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം ചെറുത്തുരുത്തി. കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം ചെറുത്തുരുത്തി. കലാമണ്ഡലത്തെ കേരള സർക്കാർ ഏറ്റെടുത്തത് ഏത് വർഷമാണ്? 1957. 1957 കലാമണ്ഡലത്തെ കേരള സർക്കാർ ഏറ്റെടുത്തത്. കലാമണ്ഡലം സ്ഥാപിക്കുന്നതിന് വള്ളത്തോളിന്റെ ഒപ്പം പ്രവർത്തിച്ചത് മണക്കുളം മുകുന്ദരാജ. കലാമണ്ഡലം സ്ഥാപിക്കുന്നതിന് വള്ളത്തോളിന്റെ ഒപ്പം പ്രവർത്തിച്ചതാരെ? മണക്കുളം മുകുന്ദരാജ. കഥകളിയെ ലോക ശ്രദ്ധയിലെത്തിച്ച സാംസ്കാരിക സ്ഥാപനമാണ് കേരള കലാമണ്ഡലം. കഥകളിയെ ലോക ശ്രദ്ധയിലെത്തിച്ച സാംസ്കാരിക സ്ഥാപനമേത്? കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം 1930. കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം 1930. കേരള കലാമണ്ഡലം MKK നായർ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ജയറാം. കേരള കലാമണ്ഡലം MKK നായർ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ജയറാം. അടുത്തത് കേരള ലളിതകലാ അക്കാദമിയെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഏത് സ്ഥാപനമാണ് രാജാ രവിവർമ്മ അവാർഡ് നൽകുന്നത്? കേരള ലളിതകലാ അക്കാദമി. കേരള ലളിതകലാ അക്കാദമിയാണ് രാജാ രവിവർമ്മ അവാർഡ് നൽകുന്നത്. കേരള ലളിതകലാ അക്കാദമിയുടെ മുഖപത്രം ചിത്രവാർത്ത. കേരള ലളിതകലാ അക്കാദമിയുടെ മുഖപത്രം ചിത്രവാർത്ത. കേരള ലളിതകലാ അക്കാദമി സ്ഥാപിതമായ വർഷം 1962. കേരള ലളിതകലാ അക്കാദമി സ്ഥാപിതമായ വർഷം 1962. ശില്പകല, ചിത്രകല, ഫോട്ടോഗ്രഫി, കാർട്ടൂൺ തുടങ്ങി കലാരൂപങ്ങളുടെ പ്രോത്സാഹനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കേരള ലളിതകലാ അക്കാദമി. ശില്പകല, ചിത്രകല, ഫോട്ടോഗ്രഫി, കാർട്ടൂൺ തുടങ്ങി കലാരൂപങ്ങളുടെ പ്രോത്സാഹനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കേരള ലളിതകലാ അക്കാദമി. കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാന മന്ദിരം രൂപകൽപ്പന ചെയ്തത് ലാറി ബേക്കർ. കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാന മന്ദിരം രൂപകൽപ്പന ചെയ്തത് ലാറി ബേക്കർ. കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ. കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ. കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ M രാമവർമ്മ രാജ. കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ M രാമവർമ്മ രാജ. അടുത്തത് നമുക്ക് കേരള സാഹിത്യ അക്കാദമിയെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിലേക്ക് മാറ്റിയ വർഷം 1958. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിലേക്ക് മാറ്റിയ വർഷം 1958.
കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ ആസ്ഥാനം തിരുവനന്തപുരം. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ ആസ്ഥാനം തിരുവനന്തപുരം. കേരള സാഹിത്യ അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ചിത്തിര തിരുനാൾ. തിരുക്കൊച്ചി രാജപ്രമുഖനായ ചിത്തിര തിരുനാൾ. തിരുക്കൊച്ചി സർക്കാർ സാഹിത്യ അക്കാദമി രൂപവൽക്കരിച്ച വർഷം 1956 ഓഗസ്റ്റ് 15. തിരുക്കൊച്ചി സർക്കാർ സാഹിത്യ അക്കാദമി രൂപവൽക്കരിച്ച വർഷം 1956 ഓഗസ്റ്റ് 15. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ സർദാർ KM പണിക്കർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ സർദാർ KM പണിക്കർ. വള്ളത്തോളിനൊപ്പം കേരള സാഹിത്യ അക്കാദമിയുടെ ഉപാധ്യക്ഷന്മാരിൽ ഒരാളായി പ്രവർത്തിച്ചത് KP കേശവമേനോൻ. വള്ളത്തോളിനൊപ്പം കേരള സാഹിത്യ അക്കാദമിയുടെ ഉപാധ്യക്ഷന്മാരിൽ ഒരാളായി പ്രവർത്തിച്ചത് KP കേശവമേനോൻ. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ സാഹിത്യ ചക്രവാളം മാസിക, സാഹിത്യലോകം ദ്വമാസിക, മലയാളം ലിറ്റററി സർവേ ഇംഗ്ലീഷ് ത്രൈമാസിക. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ സാഹിത്യ ചക്രവാളം, സാഹിത്യലോകം, മലയാളം ലിറ്റററി സർവേ. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ സെക്രട്ടറി പാലാ നാരായണൻ നായർ. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ സെക്രട്ടറി പാലാ നാരായണൻ നായർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആപ്തവാക്യം മലയാണ്മയുടെ സ്വർഗ കവാടം. കേരള സാഹിത്യ അക്കാദമിയുടെ ആപ്തവാക്യം മലയാണ്മയുടെ സ്വർഗ കവാടം. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ഫെല്ലോ KP കേശവമേനോൻ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ഫെല്ലോ KP കേശവമേനോൻ. അടുത്തത് നമുക്ക് കേരള സംഗീത നാടക അക്കാദമിയെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. സംഗീതം, നൃത്തം, നാടകം, ക്ഷേത്രകലകൾ, അനുഷ്ഠാന കലകൾ, കഥാപ്രസംഗം, മാജിക്, വാദ്യകലകൾ തുടങ്ങിയ കലകളുടെ പരിപോഷണം, പ്രചാരണം എന്നിവ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കേരള സംഗീത നാടക അക്കാദമി. സംഗീതം, നൃത്തം, നാടകം, ക്ഷേത്രകലകൾ, അനുഷ്ഠാന കലകൾ, കഥാപ്രസംഗം, മാജിക്, വാദ്യകലകൾ തുടങ്ങിയ കലകളുടെ പരിപോഷണം, പ്രചാരണം എന്നിവ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കേരള സംഗീത നാടക അക്കാദമി. കേരള സംഗീത നാടക അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു. വർഷം 1958. കേരള സംഗീത നാടക അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. വർഷം 1958. കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്ത അക്കാലത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി. കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്ത അക്കാലത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി. കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ. കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ. കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രഥമ സെക്രട്ടറി PK നമ്പ്യാർ. കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രഥമ സെക്രട്ടറി PK നമ്പ്യാർ. കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക കേളി. കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക കേളി. നാടകരംഗത്ത് മഹത്തായ സംഭാവന അർപ്പിക്കുന്നവർക്ക് കേരള സംഗീത നാടക അക്കാദമി നൽകുന്ന പുരസ്കാരമാണ് SL പുരം സദാനന്ദൻ നാടക പുരസ്കാരം. നാടകരംഗത്ത് മഹത്തായ സംഭാവന അർപ്പിക്കുന്നവർക്ക് കേരള സംഗീത നാടക അക്കാദമി നൽകുന്ന പുരസ്കാരമാണ് SL പുരം സദാനന്ദൻ നാടക പുരസ്കാരം. ശാസ്ത്രീയ സംഗീതത്തിൽ മികച്ച സംഭാവന നൽകുന്നവർക്ക് കേരള സംഗീത നാടക അക്കാദമി നൽകുന്ന പുരസ്കാരമാണ് സ്വാതി പുരസ്കാരം. ശാസ്ത്രീയ സംഗീതത്തിൽ മികച്ച സംഭാവന നൽകുന്നവർക്ക് കേരള സംഗീത നാടക അക്കാദമി നൽകുന്ന പുരസ്കാരമാണ് സ്വാതി പുരസ്കാരം. കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രഥമ അധ്യക്ഷ പദം വഹിച്ച വനിത മങ്കു തമ്പുരാൻ. കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രഥമ അധ്യക്ഷ പദം വഹിച്ച വനിത മങ്കു തമ്പുരാൻ. അടുത്തത് നമുക്ക് കേരള ബാല സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം.
കുട്ടികൾക്കായുള്ള പ്രസിദ്ധീകരണങ്ങളും ആനുകാലികങ്ങളും മാതൃഭാഷയിൽ പ്രസിദ്ധീകരിക്കുന്നതിനായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. കുട്ടികൾക്കായുള്ള കുട്ടികൾക്കുള്ള പ്രസിദ്ധീകരണങ്ങളും ആനുകാലികങ്ങളും മാതൃഭാഷയിൽ പ്രസിദ്ധീകരിക്കുന്നതിനായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഏത് വകുപ്പിന്റെ കീഴിലാണ് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത്? സാംസ്കാരിക വകുപ്പ്. സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിദ്ധീകരണം തളിര്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിദ്ധീകരണം തളിര്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രകാശനം ചെയ്ത ആദ്യ പുസ്തകം നമ്പൂരിച്ചനും മന്ത്രവും, പി നരേന്ദ്രനാഥ്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രകാശനം ചെയ്ത ആദ്യ പുസ്തകം നമ്പൂരിച്ചനും മന്ത്രവും. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ വർഷം 1981. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ വർഷം 1981. അടുത്തത് നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് ആയി സ്ഥാപനങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് വരാം. ടാറ്റ ഓയിൽ മിൽസ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ടാറ്റ ഓയിൽ മിൽസ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. കേരള നഗര ഗ്രാമ വികസന ധനകാര്യ കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള നഗര ഗ്രാമ വികസന ധനകാര്യ കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള റൂറൽ എംപ്ലോയ്മെന്റ് ആൻഡ് വെൽഫെയർ സൊസൈറ്റി ആരംഭിച്ച വർഷം 1986. കേരള റൂറൽ എംപ്ലോയ്മെന്റ് ആൻഡ് വെൽഫെയർ സൊസൈറ്റി ആരംഭിച്ച വർഷം 1986. കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ വർഷം 2010. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ആദ്യ സെക്രട്ടറി IV ദാസ്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ആദ്യ സെക്രട്ടറി IV ദാസ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ ആസ്ഥാനം കോഴിക്കോട്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ ആസ്ഥാനം കോഴിക്കോട്. കേരള കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരം. കേരളത്തിൽ നേവൽ ഫിസിക്കൽ ആൻഡ് ഒഷ്യാനോഗ്രഫിക് ലബോറട്ടറി എവിടെയാണ്? കൊച്ചി. കേരളത്തിൽ നേവൽ ഫിസിക്കൽ ആൻഡ് ഒഷ്യാനോഗ്രഫിക് ലബോറട്ടറി കൊച്ചിയിലാണ്. കേരളത്തിൽ ലോക് അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി. കേരളത്തിൽ ലോക് അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി. കേരളത്തിന്റെ സ്വന്തം ബാങ്ക് എന്ന ആപ്തവാക്യമുള്ള ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക്. കേരളത്തിന്റെ സ്വന്തം ബാങ്ക് എന്ന ആപ്തവാക്യമുള്ള ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക്. കേരളത്തിലെ ആദ്യത്തെ അബ്കാരി കോടതി സ്ഥാപിച്ചത് കൊട്ടാരക്കര. കേരളത്തിലെ ആദ്യത്തെ അബ്കാരി കോടതി സ്ഥാപിച്ചത് കൊട്ടാരക്കര. കേരളത്തിലെ ആദ്യത്തെ അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചത് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചത് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ വനിതാ കോളേജ് സ്ഥാപിച്ചത് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ വനിതാ കോളേജ് സ്ഥാപിച്ചത് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ വളം നിർമ്മാണശാല ആലുവയ്ക്കടുത്ത് ഉദ്യോഗമണ്ഡലിൽ സ്ഥാപിതമായ വർഷം 1943. ഉൽപാദനം 1947 തുടങ്ങിയത്. കേരളത്തിലെ ആദ്യത്തെ വളം നിർമ്മാണശാല ആലുവയ്ക്കടുത്ത് ഉദ്യോഗമണ്ഡലിൽ സ്ഥാപിതമായ വർഷം 1943. ഉൽപാദനം തുടങ്ങിയത് 1947. കേരളത്തിലെ ആദ്യത്തെ സുവോളജിക്കൽ ഗാർഡൻ തിരുവനന്തപുരത്ത്. കേരളത്തിലെ ആദ്യത്തെ സുവോളജിക്കൽ ഗാർഡൻ തിരുവനന്തപുരം ജില്ലയിലാണ്. അടുത്തത് നമുക്ക് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഏത് വകുപ്പിന്റെ കീഴിലാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത്? സാംസ്കാരിക വകുപ്പ്. സാംസ്കാരിക വകുപ്പിന് കീഴിലാണ്
കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത്? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ പേര് നാളന്ദ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ പേര് നാളന്ദ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. ആസ്ഥാന മന്ദിരത്തിന്റെ പേര് നാളന്ദ, ആസ്ഥാനം തിരുവനന്തപുരം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യ ഡയറക്ടർ NV കൃഷ്ണവാര്യർ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യ ഡയറക്ടർ NV കൃഷ്ണവാര്യർ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായ ആദ്യ വനിത PS ശ്രീകല. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായ ആദ്യ വനിത PS ശ്രീകല. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ വർഷം 1968. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ വർഷം 1968. കേരള സംസ്ഥാന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി ത്രിഗുണ സെൻ. കേരള സംസ്ഥാന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി ത്രിഗുണ സെൻ. അടുത്തത് നമുക്ക് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചലച്ചിത്ര അക്കാദമി സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. ചലച്ചിത്ര അക്കാദമി സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. മലയാള സിനിമയുടെ വികസനം ലക്ഷ്യമാക്കി 1998 നിലവിൽ വന്ന സ്ഥാപനമാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. മലയാള സിനിമയുടെ വികസനം ലക്ഷ്യമാക്കി 1998 നിലവിൽ വന്ന സ്ഥാപനമാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. ഏത് സ്ഥാപനത്തിന്റെ നേതൃത്വത്തിലാണ് JC ഡാനിയൽ പുരസ്കാരം നൽകി വരുന്നത്? കേരള ചലച്ചിത്ര അക്കാദമി. കേരള ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിലാണ് JC ഡാനിയൽ പുരസ്കാരം നൽകി വരുന്നത്. സാംസ്കാരിക വകുപ്പിനു വേണ്ടി സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നൽകുന്ന സ്ഥാപനമാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. സാംസ്കാരിക വകുപ്പിനു വേണ്ടി സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നൽകുന്ന സ്ഥാപനമാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. സംസ്ഥാന ടെലിവിഷൻ അവാർഡുകൾ നൽകുന്ന സ്ഥാപനമാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി പുറത്തിറക്കുന്ന ആനുകാലിക പ്രസിദ്ധീകരണമാണ് ചലച്ചിത്ര സമീക്ഷ. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി പുറത്തിറക്കുന്ന ആനുകാലിക പ്രസിദ്ധീകരണമാണ് ചലച്ചിത്ര സമീക്ഷ. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം കഴക്കൂട്ടം കിൻഫ്ര പാർക്ക്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം കിൻഫ്ര പാർക്ക്, കഴക്കൂട്ടം. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ഷാജി N കരുൺ. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ഷാജി N കരുൺ. കേരളത്തിന്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുന്ന സ്ഥാപനം കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. കേരളത്തിന്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുന്ന സ്ഥാപനമാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. അടുത്തത് നമുക്ക് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിനെ കുറിച്ച് നോക്കാം. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ PN പണിക്കർ. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ PN പണിക്കർ. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഭരണം സർക്കാർ ഏറ്റെടുത്ത വർഷം 1977. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഭരണം സർക്കാർ ഏറ്റെടുത്ത വർഷം 1977. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നിയമപരമായി നിലവിൽ വന്ന വർഷം 1991. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നിയമപരമായി നിലവിൽ വന്ന വർഷം 1991. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ തുടക്കം കുറിച്ച PK മെമ്മോറിയൽ ഗ്രന്ഥശാല എവിടെയാണ്? അമ്പലപ്പുഴ. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ തുടക്കം കുറിച്ച PK മെമ്മോറിയൽ ഗ്രന്ഥശാല അമ്പലപ്പുഴയിലാണ്. സാക്ഷരതാ പ്രവർത്തനത്തിന് 1975 യുനെസ്കോയുടെ ക്രൂപ്സ്കായ പുരസ്കാരം നേടിയ കേരളത്തിലെ പ്രസ്ഥാനമാണ് ഗ്രന്ഥശാല സംഘം. സാക്ഷരതാ പ്രവർത്തനത്തിന് 1975 യുനെസ്കോയുടെ ക്രൂപ്സ്കായ പുരസ്കാരം നേടിയ കേരളത്തിലെ പ്രസ്ഥാനമാണ് ഗ്രന്ഥശാല സംഘം. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രവർത്തനപരമായി നിലവിൽ വന്നത് 1994 ഒക്ടോബർ 24.
കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രവർത്തനപരമായി നിലവിൽ വന്നത് 1994 ഒക്ടോബർ 24. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് കടമ്മനിട്ട രാമകൃഷ്ണൻ. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് കടമ്മനിട്ട രാമകൃഷ്ണൻ. ഇന്നത്തെ ക്ലാസിന്റെ ലാസ്റ്റ് ടോപ്പിക്കായ ആസ്ഥാനങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊച്ചി. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയുടെ ആസ്ഥാനം പനങ്ങാട്. കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല കൂഫോസിന്റെ ആസ്ഥാനം പനങ്ങാട്. കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റിയുടെ ആസ്ഥാനം എറണാകുളം ജില്ലയിലെ കാക്കനാട്. കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റിയുടെ ആസ്ഥാനം എറണാകുളം ജില്ലയിലെ കാക്കനാട്. കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളം. കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളം. കേരള പോലീസ് അക്കാദമി രാമവർമ്മപുരം തൃശൂർ. കേരള പോലീസ് അക്കാദമി എവിടെയാണ്? തൃശൂർ ജില്ലയിലെ രാമവർമ്മപുരം. കേരള വെറ്ററിനറി സർവകലാശാലയുടെ ആസ്ഥാനം പൂക്കോട്. കേരള വെറ്ററിനറി സർവകലാശാലയുടെ ആസ്ഥാനം പൂക്കോട്. കേരള പോലീസ് അക്കാദമി എവിടെയാണ്? തൃശൂർ ജില്ലയിലെ രാമവർമ്മപുരം. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസിന്റെ ആസ്ഥാനം തൃശൂർ. KSFE ആസ്ഥാനം തൃശൂർ. കേരളത്തിൽ എവിടെയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്? നിഷ്. തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളത്ത്. കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളത്താണ് നിഷ് സ്ഥിതി ചെയ്യുന്നത്. നിഷിന്റെ പൂർണ്ണരൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. കേരളത്തിലെ സ്മോൾ ഇൻഡസ്ട്രീസ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? തൃശൂർ. കേരളത്തിലെ സ്മോൾ ഇൻഡസ്ട്രീസ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശൂർ ജില്ലയിലാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസ്കാരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം ചർച്ച ചെയ്തു. ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.